ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒന്നാണ് കേട്ടോ. അതായത് തയ്ക്കുന്നവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ നൂലുണ്ടാവും അല്ലേ. ഇപ്പൊ നമുക്കൊരു ചുരിദാറോ ഇല്ലെങ്കിൽ നൈറ്റിയൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കളർ പോയി വാങ്ങിക്കും, പക്ഷെ അത് തീരത്തില്ല. ഒരു നൈറ്റിയോ ഒരു ചുരിദാറോ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്ന നൂല് തീരത്തില്ല. അതിങ്ങനെ കൂടി 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 ഒത്തിരി നൂലാവും. അപ്പോൾ ഞാനപ്പോൾ തയ്ക്കുന്ന ആളാണ്, എൻ്റെ കയ്യിൽ 10-200 നൂലുണ്ട്. ഇതെല്ലാം ഞാനൊരു ബോക്സിൻ്റെ അകത്തായിട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നൂലെല്ലാം ഇങ്ങനെ ഇടുവാണെങ്കിൽ അതിങ്ങനെ കെട്ടുപിണഞ്ഞ് പോവാറുണ്ട്. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു കളർ വേണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു വാരല, ഈ വാരുമ്പോൾ തന്നെ കുറേ നൂല് ഇങ്ങനെ അങ്ങോട്ട് കെട്ടുപിണഞ്ഞ് കുറേ വേസ്റ്റായി പോവാറുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 2 കഷ്ണം തുണിയാണ്. അപ്പോൾ തുണി എന്നൊക്കെ പറയുമ്പോൾ നല്ല തുണിയൊന്നും ഇതിനായിട്ട് വേണ്ട. നമ്മുടെ ഒരു പഴയ ചുരിദാറിൽ നിന്നോ നൈറ്റിയിൽ നിന്നോ, ഞാൻ ഒരു പഴയ ഷർട്ടിൽ നിന്നാണ് ഒരു കഷ്ണം തുണി എടുത്തത്. പിന്നെ ഒരു പ്ലെയിൻ ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നീളവും വീതിയൊക്കെ ഒന്ന് നോക്കാം. നീളവും വീതിയിലും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് എത്ര ഇഞ്ച് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 21 ഇഞ്ച് നീളവും 20 ഇഞ്ച് വീതിയും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും സെയിം അളവിൽ ചെയ്യാം. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എത്ര ഇഞ്ചാണ് ഞാൻ എടുത്തതെന്നൊന്ന് കാണിക്കണമല്ലോ, അതുകൊണ്ട് മാത്രം ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ പില്ലോ കേസ് തയ്ക്കത്തില്ലേ, അതുപോലെ 3 ഭാഗവും ഒന്ന് തയ്ച്ചെടുക്കാം. ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് വിടുക. അതായത് ഇവിടെ തയ്ക്കരുത്, ഇവിടെ നിന്നാണ് നമ്മളിത് പുറത്തേക്ക്, അതായത് നല്ല വശത്തേക്ക് ഒന്ന് തിരിച്ച് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ 3 വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്ക്കാത്ത വശമില്ലേ, അവിടെ കൂടെ ഇങ്ങനെ ഒന്ന് നല്ല വശത്തേക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് അരയിഞ്ച് മടക്കുക, അതിനുശേഷം താഴത്തെ തുണി ഒന്ന് അരയിഞ്ച് മടക്കുക. എന്നിട്ട് ഇവ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഈ നൂല് വെക്കുന്ന സാധനം തയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ബുദ്ധിമുട്ടെന്ന്. നമ്മൾ എന്ത് ചെയ്താലും കുറച്ച് നീറ്റായിട്ടൊക്കെ ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് നൂല് വേണ്ടത്. അപ്പം ഞാനിവിടെ 4 നൂല് വെച്ചിട്ടാണ്, അതായത് 4 നൂല് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു രീതിക്കാണ് ചെയ്യാൻ പോകുന്നത്. 5 നൂല് വെക്കാൻ നോക്കി, പക്ഷെ ഗ്യാപ്പ് ഇല്ല. അതായത് നമ്മൾ ഒരു 20-21 ഇഞ്ചൊക്കെ അല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 4 നൂല് വെക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നൂലിങ്ങനെ ഒന്ന് അടുക്കടുക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൻ്റെ ഭാഗത്തായിട്ട് ചോക്കിന് ഇങ്ങനെ ഇനി 5 നൂല് വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ 5 നൂല് എടുത്ത് വെച്ചോ. ഞാനപ്പോൾ 4 നൂലേ വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, ഇനി നേരെ അങ്ങോട്ട് നീളം ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടെ എന്തിനാണ് നമ്മളിങ്ങനെ വരക്കുന്നതെന്ന് അറിയോ? നമുക്ക് ഇതിൽ ഇലാസ്റ്റിക് ഒന്ന് വെച്ച് കൊടുക്കണം. അതായത് ഈ മാസ്കിലൊക്കെ വെക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഇലാസ്റ്റിക് ഉണ്ടാവും. എൻ്റെ കയ്യിൽ കുറേ ഉണ്ടെന്നേ, ചുമ്മാ അങ്ങ് അവിടെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനൊരു 4 കഷ്ണം ഇലാസ്റ്റിക് വേണം. അതുകൂടാതെ നമുക്കൊരു 3/4 ഇഞ്ച് അളവിൽ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന്, അതായത് വീതിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. 1 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല, 3/4 ഇഞ്ചാണ് കറക്റ്റ് അളവിൽ. പിന്നെ ഇലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ ഇതിൻ്റെ നീളം എത്ര വേണമെന്ന് പറഞ്ഞു തരാം. അതായത് ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ 2 മടക്കിൽ 2 ഇരട്ടിയായിട്ട് വേണം ഇലാസ്റ്റിക്. ഇങ്ങനെയാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കേണ്ടത്. അത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിങ് കണ്ടു കഴിയുമ്പോൾ ഇപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഈ ഭാഗത്ത്, അതായത് നമ്മൾ ഫസ്റ്റ് നൂല് വെച്ചിട്ട് മാർക്ക് ചെയ്തില്ലേ, ഇവിടെ വേണം ഇലാസ്റ്റിക് വെച്ച് ഒന്ന് തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 ഇലാസ്റ്റിക്കും ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് തയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഇലാസ്റ്റിക് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ആ ഒരു ഭാഗത്ത് മാത്രം. ഇത് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം തയ്ച്ച് പോവാൻ. തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ അങ്ങോട്ട് വിട്ട് കൊടുക്കാം. നമുക്ക് നൂല് ഇതിൻ്റെ ഇടയിൽ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. അത്രക്ക് വലിയ ഹോളാക്കണ്ട, ചെറുത് മതി. കാരണം ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അതിങ്ങനെ വലിയുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഇതിന് ഹോൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. ഏകദേശം നമ്മുടെ കൈ അതിൻ്റെ അകത്തൊക്കെ വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് മതി. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് താഴേക്ക് അങ്ങോട്ട് തയ്ച്ച് പോവാം. അപ്പോൾ നമുക്ക് 4ഉം ഒരുമിച്ച് തന്നെ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് വീഡിയോ കാണിച്ചു തരാം. കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് താഴെ ഭാഗത്തേക്ക് അങ്ങോട്ട് തയ്ച്ച് എടുക്കുക. ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എനിക്കിഷ്ടം പോലെ നൂല് ഇതിലിങ്ങനെ സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റി. അവസാനം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് നമ്മുടെ വീട്ടിൽ എത്രത്തോളം നമുക്ക് ഉപകാരമാണെന്ന്. ഇലാസ്റ്റിക് ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഈ നൂല് ഇങ്ങനെ അങ്ങോട്ട് കടത്തി വെക്കാം. ഇതിങ്ങനെ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും, വിട്ടൊന്നും പോവത്തില്ല. ഇലാസ്റ്റിക്കിന് പകരം സാധാരണ തുണിയാണെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ, ഇങ്ങനെ ഫിക്സ് ആയി ഇരിക്കത്തില്ല. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ കാര്യം നൂലാക്കി ഗ്യാപ്പിലൂടെ കയറത്തില്ല. അത് മാത്രമല്ല
ലൂസൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് താഴ്ത്തോട്ട് ഊർന്ന് പോരുകയും ചെയ്യും. പക്ഷേ ഇലാസ്റ്റിൻ്റെ ഒരു ഗുണമുള്ളത് നല്ല ടൈറ്റ് ആയിട്ട് ഇങ്ങനെ കൂടി ഇരിക്കും. അപ്പോൾ അതേ ഞാൻ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. വെറും ഒരു 10 മിനിറ്റ് വേണ്ട നമുക്കിത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊന്ന് മനസ്സ് വെക്കുവാണെങ്കിൽ ഒരു 5 മിനിറ്റിലൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാം. എന്നിട്ട് നൂലെല്ലാം ഇതിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പുതിയ നൂലും അതുപോലെ തീർന്ന നൂലും എല്ലാം കണ്ടില്ല, ആ മഞ്ഞ നൂലൊക്കെ കണ്ടില്ലേ, തീരാറായി. പക്ഷെ കളയത്തില്ല. കാര്യം പെട്ടെന്നായിരിക്കും ഒരു നെക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളറ് കിട്ടുക. നമുക്ക് ആ ഒരു കളറും കൊണ്ട് പിന്നെ കടയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കുറച്ച് വലിയ ത്രെഡ് ഉണ്ട്, സിൽക്കിൻ്റെ ത്രെഡ് ഉണ്ട്. ഇപ്പോൾ 3 രൂപയൊന്നും അല്ല നൂലിപ്പോൾ 5 രൂപയുടെ 10 രൂപയുടെയൊക്കെ നൂല് കിട്ടും. ഇതാകുമ്പോൾ നല്ല വലിയ നൂലുമായിരിക്കും, പെട്ടെന്ന് തീർന്നും പോകത്തില്ല. അപ്പോൾ ഏത് സൈസിൽ നൂല് വേണമെങ്കിലും നമുക്കിതിൽ വെക്കാം. നിങ്ങൾ നോക്കിയേ, ഞാനിപ്പോൾ ഈ തുണി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് പോലും ഒരെണ്ണം പോലും താഴത്തേക്ക് പോകത്തില്ല. കാരണം അത്ര ടൈറ്റിലാണ് ഇലാസ്റ്റിക്കിൽ ഈ നൂലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പക്ഷേ പിന്നീട് നമുക്ക് നല്ല ഒരു ഉപകാരമുള്ള ഒരു ഐറ്റമാണിത്. എനിക്ക് സത്യം പറയുവാണെങ്കിൽ ആ ബോക്സ് ഫ്രീ ആയി, ഇനി അത് വേറെ എന്തിനെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു കളറ് നോക്കണം. ആ ബോക്സിൻ്റെ അകത്തോ ഇല്ലെങ്കിൽ നമ്മളുടെ മിഷൻ്റെ ഡ്രോയറിൻ്റെ അകത്തോ ഒന്നും പോയി കൈയിട്ട് വരേണ്ട ആവശ്യമില്ല. നേരെ ജസ്റ്റ് തുണി ഇങ്ങനെ വെച്ച് മാച്ചായ നൂല് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഉപകാരമുള്ള ഐറ്റമാണ് കേട്ടോ.